ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന എക്സസൈസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നടത്തമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. എന്തുകൊണ്ടാണ് എല്ലാ ഡോക്ടർമാരും നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നടത്തം തുടങ്ങാൻ പറയുന്നത്? എന്തൊക്കെയാണ് ഈ നടത്തം അഥവാ വാക്കിങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്? എങ്ങനെയാണ് കൃത്യമായിട്ടും വാക്കിംഗ് എക്സസൈസ് ആയിട്ട് ചെയ്യേണ്ടത്? എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത്? ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി വാക്കിങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം. അതിൽ ഫസ്റ്റ് പറയാനുള്ളത്, കൃത്യമായി നടക്കുന്ന ആൾക്കാർക്ക് അവരുടെ BP കുറയ്ക്കാൻ സാധിക്കും. അധികം ആൾക്കാരും നടന്നു തുടങ്ങുന്നത് തന്നെ അവരുടെ BP കൺട്രോളാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാഷ്വലി മെല്ലെ നടക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് സ്പീഡിൽ നടക്കുകയാണെന്നുണ്ടെങ്കിലും നടക്കുന്ന സമയത്ത് നിങ്ങളുടെ BP കുറച്ചൊന്ന് കൂടി വരികയേ ചെയ്യുള്ളൂ. പക്ഷേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ BP കുറയുകയാണ് ചെയ്യുക. അങ്ങനെ കുറയുന്ന BP പിന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയി നിലനിർത്തി കുറച്ച് നിർത്താൻ സാധിക്കും. ഈ വിഷയത്തിനെക്കുറിച്ച് ഒട്ടനവധി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എല്ലാ സ്റ്റഡീസിലും കണ്ടെത്തിയത് സ്ഥിരമായിട്ടും റെഗുലറായിട്ടും നടക്കുന്ന ആൾക്കാർക്ക് BP കുറയ്ക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടും. മിടിപ്പ് കൂടുന്നതിനനുസരിച്ച് തന്നെ കൂടുതൽ ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും പല വൈറ്റൽ ഓർഗൻസിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. നടക്കുന്നതിൻ്റെ മൂന്നാമത്തെ ബെനിഫിറ്റാണ് കൊളസ്ട്രോൾ നിങ്ങൾക്ക് കൺട്രോളാക്കി നിർത്താൻ സാധിക്കും. ടോട്ടൽ കൊളസ്ട്രോൾ കുറയ്ക്കാം, LDL കൊളസ്ട്രോൾ കുറയ്ക്കാം, HDL അഥവാ നല്ല കൊളസ്ട്രോൾ നിങ്ങൾക്ക് കൂട്ടി നിർത്താം. പ്രഷർ കൺട്രോൾ ആക്കുന്നതിന് പുറമെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നടന്നു തുടങ്ങുന്നതിൻ്റെ മറ്റൊരു കാരണം അവരുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബോഡിയിലെ ലിപ്പിഡ് പ്രൊഫൈൽ നോർമലാക്കി നിലനിർത്താൻ വാക്കിങ്ങിനേക്കാളും നല്ല വേറെ എക്സസൈസ് തുടങ്ങാൻ നിങ്ങൾക്ക് വേറെ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടെങ്കിൽ, ജോയിൻറ്റിൽ സ്റ്റിഫ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും നടത്തത്തിനെ കൊണ്ട് സാധിക്കും. നിങ്ങൾ നടക്കുന്ന സമയത്ത് ജോയിൻറ്റ്സിൽ സൈനോവിയൽ ഫ്ലൂയിഡ് പുതിയതായിട്ട് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡ് ഒരു തരത്തിലുള്ള ലൂബ്രിക്കൻ്റ് ആണ്. സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവ് ജോയിൻറ്റ്സിൽ കൂടുന്നതിനനുസരിച്ച് തന്നെ ജോയിൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് കുറയുകയും ചെയ്യും. നിങ്ങൾക്ക് അവിടെയുള്ള പെയിനും കുറയും. പെയിന് കുറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നടക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പിയോയിഡ്സ് ഉണ്ട്. ഈ പറയുന്ന ഓപ്പിയോയിഡ്സിൻ്റെ മെയിൻ ഒരു ആക്ഷൻ വേദന കുറയ്ക്കുക എന്നുള്ളതാണ്. നടക്കുന്ന സമയത്ത് ഈ പറയുന്ന നാച്ചുറൽ ഓപ്പിയോയിഡ്സിൻ്റെ അളവ് ശരീരത്തിലും ബ്ലഡിലും കൂടി വരികയാണ് ചെയ്യുന്നത്. നടത്തത്തിൻ്റെ വേറെ ഒരു മെയിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി കത്തിക്കാൻ പറ്റും, ബേൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നടന്നു തുടങ്ങുന്ന സമയത്ത് അത് 1 മിനിറ്റിൽ 5 കാലറീസ് എന്ന നിരക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ 5 എന്നുള്ളത് മെല്ലെ മെല്ലെ കൂടി 7 കാലറീസ് പെർ മിനിറ്റ് ആവും. അതിനുശേഷം അത് വീണ്ടും വർദ്ധിക്കും. പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, നിങ്ങൾ നടന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ അഥവാ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ആദ്യത്തെ 30 മിനിറ്റിൽ ബേൺ ചെയ്യുന്നത്. 30 മിനിറ്റിന് ശേഷം നിങ്ങൾ അതിലും മുകളിലേക്ക് കൂടുതൽ സമയം നടക്കുന്നതിനനുസരിച്ച് മാത്രമേ ഫാറ്റ് ബേൺ ചെയ്ത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ഫാറ്റ് കുറച്ച് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നതെങ്കിൽ 30 മിനിറ്റ് നടന്നാൽ പോരാ, ഒരു ദിവസം അതിലും കൂടുതൽ പറ്റുമെങ്കിൽ 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. വെയിറ്റ് ലോസിനെ കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം ഒരൊറ്റ പ്ലേലിസ്റ്റിലാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിൻ്റെ താഴെയും കാണാവുന്നതാണ്. നടക്കുന്നതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലമേഷൻ കുറച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കും, സ്ട്രോക്ക് വരാതെ നോക്കും, പൊണ്ണത്തടി ഉള്ളവർക്ക് നല്ലതാണ്, പ്രമേഹമുള്ളവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കുമൊക്കെ ഇൻഫ്ലമേഷൻ കുറച്ച് അവരുടെ ബോഡീൻ്റെ മെറ്റബോളിസം വർദ്ധിക്കാൻ സാധിക്കും, നോർമലാക്കാൻ സാധിക്കും. പ്രായമാവുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലുകളുടെ ബോണിൻ്റെ മാസ് കുറയാണ് ചെയ്യുക. അത് സ്ലോ ഡൗൺ ചെയ്യാനും നടത്തം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപാദവും നിങ്ങളുടെ ആങ്കിൾ ജോയിൻ്റും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡീൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും, നീ ജോയിൻറ്റിനെ സ്റ്റേബിളാക്കാൻ, ഹിപ്പ് ജോയിൻറ്റ് സ്റ്റേബിളാക്കാൻ, നീ ജോയിൻറ്റിലുള്ള പെയിനും ഹിപ്പ് ജോയിൻറ്റിലുള്ള പെയിന് കുറയ്ക്കാനും, നിങ്ങളുടെ സ്പൈൻ നട്ടല് നേരെയാക്കാനും, പോസ്ചറൽ പ്രശ്നങ്ങൾ മാറ്റാനും, ഈവൻ നിങ്ങളുടെ കഴുത്തിൻ്റെ പെയിന് പോലും കുറയ്ക്കാൻ നടത്തത്തിനെ കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ രക്തം പോകുന്നത് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടിയാണ്. പക്ഷേ അതുപോലെ തന്നെ ലിംഫ് എന്ന് പറഞ്ഞ മറ്റൊരു സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഇതിനെ ലിംഫാറ്റിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. ലിംഫാറ്റിക് സിസ്റ്റത്തിൽ പക്ഷേ ഒരു പമ്പില്ല. നമ്മുടെ ശരീരത്തിന് പല ഭാഗത്തുനിന്നും ലിംഫ് ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് വേണം. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും നീങ്ങണം, മസിൽസ് അനങ്ങണം, മസിൽസ് കൺട്രാക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ലിംഫാറ്റിക് സിസ്റ്റമും ആക്ടിവേറ്റഡ് ആവും. ലിംഫാറ്റിക് സിസ്റ്റം പ്രോപ്പറായി വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൃത്യമായി വർക്ക് ചെയ്യുള്ളൂ.
ശരീരത്തിലുള്ള കോർട്ടിസോൾ ഹോർമോൺ അഥവാ സ്ട്രെസ് ഹോർമോണിൻ്റെ അളവ് നടക്കുന്ന സമയത്ത് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് നടക്കാം. ചില സ്റ്റഡീസിൽ പറയുന്നത് നടത്തം ആൻറ്റി ഡിപ്രസൻ്റായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അതായത് ഡിപ്രഷൻ കുറയ്ക്കാനും നടത്തം നിങ്ങളെ സഹായിക്കും. വാക്കിംഗ് എന്ന് പറയുന്നത് ലോ സ്ട്രെസ് പക്ഷേ ഹൈ ഓക്സിജൻ എക്സസൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നടക്കുന്ന ദിവസം നിങ്ങൾക്ക് കൃത്യമായി നല്ല ഉറക്കവും സുഖമായിട്ട് കിട്ടും. നിങ്ങളുടെ ശരീരത്തിലുള്ള വേസ്റ്റ് പുറത്തേക്ക് കളയാനും വാക്കിംഗ് നിങ്ങളെ സഹായിക്കും. നമുക്കെല്ലാവർക്കും ഹൃദയാഘാതം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം. ഹാർട്ട് ഒരു പമ്പാണ്, ഒരു മസിലാണ്. ആ മസിലിലേക്ക് കൊറോണറി രക്തക്കുഴൽ വഴിയാണ് രക്തം എത്തിക്കുന്നത്. ഈ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്ന സമയത്ത്, അടഞ്ഞു പോകുന്ന സമയത്താണ് ഹാർട്ടിലേക്ക് രക്തോട്ടം കുറയുന്നതും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നതും. ഇങ്ങനെ ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് ഒന്നിക്കൽ ആ കൊറോണറി രക്തക്കുഴലിൻ്റെ ഉള്ളിൽ സ്റ്റെൻറ്റ് ഇടണം. അതിന് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ഇല്ലാന്നുണ്ടെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. പക്ഷേ നടത്തം എന്ന് പറയുന്നത് ഇത് രണ്ടും അല്ലാതെ നിങ്ങൾക്ക് തന്നെ ഒരു ചിലവ് കൂടാതെയും എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ചെയ്യുന്ന അതേ ആക്ഷനാണ് നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ രക്തോട്ടം ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ പറ്റും. പല സ്റ്റഡീസിലും കണ്ടെത്തിയിട്ടുള്ളത് റെഗുലറായിട്ട് നടക്കുന്നവർക്ക്, അതായത് വർഷങ്ങളോളം കറക്റ്റായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും നടക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഹാർട്ടിൽ പുതിയ തരത്തിലുള്ള രക്തക്കുഴലുകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ടുള്ള പുതിയ കൊളാട്രൽ വെസൽസിലൂടെയായിരിക്കും പിന്നീട് അവർക്ക് രക്തോട്ടം നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഡോക്ടർ, നിങ്ങളുടെ കാർഡിയോളജിസ്റ്റ് നിങ്ങളുടെ അടുത്ത് നടക്കാൻ പറയുന്നത്. ഇനി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാനും നിങ്ങൾ ഒരു എക്സസൈസും ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ എക്സസൈസ് നടത്തം തന്നെയാണ്. നടക്കുന്ന സമയത്ത് ഹൃദയത്തിൽ മറ്റൊരു ആക്ഷനും കൂടി നടക്കുന്നുണ്ട്. ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഹൃദയത്തിൻ്റെ ബീറ്റ്സും തമ്മിലുള്ള സമയമാണ്. ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെന്ന് വിചാരിക്കാം. 60 ബീറ്റ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു മിനിറ്റിൽ 60 ബീറ്റ് ആയതുകൊണ്ട് ഒരു സെക്കൻഡിൽ ഒരു പ്രാവശ്യം ഹൃദയം ബീറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഓരോ ബീറ്റിൻ്റെ ഇടയിലുള്ള സമയത്തിന് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ അത് 0.8 സെക്കൻഡ് ആയിരിക്കും, ചിലപ്പോൾ അത് 0.9 ആവും, ചിലപ്പോൾ അത് 1.2 ആവും, ചിലപ്പോൾ അത് 0.7 ആയി കുറയും. ഈ സമയത്തിൻ്റെ വേരിയബിലിറ്റീനെയാണ് നമ്മൾ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ, നോർമൽ ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഉണ്ടാവും. അതാണ് നല്ലത്. നേരെ മറിച്ച് ഒരു മെട്രോണോം പോലെ കറക്റ്റ് ഓരോ സെക്കൻഡിൽ ഓരോ ബീറ്റ് ചെയ്യുന്ന ഹാർട്ടാണെന്നുണ്ടെങ്കിൽ അത് അൺഹെൽത്തി ഹാർട്ടാണെന്നാണ് പറയുന്നത്. റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും നടക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഉണ്ടാവും. അവരുടെ ഹാർട്ട് ഹെൽത്തി ആയിരിക്കും. വാക്കിങ്ങിൻ്റെ വേറൊരു നല്ല ഹെൽത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കൂടും, കൂടുതൽ ബ്ലഡ് ബ്രെയിനിലേക്കും പമ്പ് ചെയ്യും. ബ്രെയിനിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും, കൂടുതൽ എനർജി എത്തും. ഏജ് റിലേറ്റഡ് ആയിട്ട് ബ്രെയിനിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരാതെ നോക്കാൻ സാധിക്കും. ഓർമ്മക്കുറവും ഡിമെൻഷ്യയും ആൽസിമേഴ്സ് ഡിസീസൊക്കെ വരാതെ നോക്കാൻ വാക്കിങ്ങും നല്ലൊരു എക്സസൈസ് തന്നെയാണ്. ഫൈനലി, നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ വിചാരിച്ച ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഏറ്റവും വേർസ്റ്റ് ഡേയിൽ പോലും നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർത്തതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാവും. ഇനി കുറച്ച് വാക്കിങ്ങിൻ്റെ ഹെൽത്ത് ടിപ്സ് പറയാം. നിങ്ങൾക്ക് നീ പെയിൻ ഉണ്ടെങ്കിൽ നേരെ മുമ്പോട്ട് നടക്കുന്നതിന് പകരം പുറകോട്ട് നടക്കുന്നതാണ് നല്ലത്, അതായത് വാക്കിംഗ് ബാക്ക്വേർഡ്സ്. പക്ഷേ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ ആദ്യം നോക്കണം. റോട്ടിൽ ബാക്കോട്ട് നടക്കരുത്. ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസ് ആയിരിക്കണം. 200 മീറ്റർ നിങ്ങൾ ബാക്കോട്ട് എല്ലാ ദിവസവും നടക്കുകയാണെങ്കിൽ നീ പെയിൻ, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോ മിസ്സാവാതെ കാണാൻ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ലിഫ്റ്റുകളും എസ്കലേറ്ററും എലിവേറ്റർ അതൊക്കെ ഒഴിവാക്കുക. കഴിയുന്നതും നടക്കാൻ നോക്കുക. ഓഫീസിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ ഏറ്റവും ദൂരം കൂടിയിട്ടുള്ള വാഷ്റൂം കണ്ടുപിടിക്കുക. ബ്രേക്ക് എടുക്കുന്ന സമയം അങ്ങോട്ട് നടക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പുറത്താണ് നടക്കുന്നതെങ്കിൽ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നടക്കുക. നടക്കുന്ന സമയം പാട്ട് കേൾക്കാനോ ഓഡിയോ ബുക്കോ കേൾക്കാൻ നിൽക്കരുത്. ഇത് നിങ്ങൾ ഇൻഡോർ ഒരു ജിമ്മിലാണ് നടക്കുന്നതെങ്കിൽ, അതായത് ഒരു എയറോബിക് എലിപ്റ്റിക്കൽ മെഷീനിലോ അല്ലെങ്കിൽ ഒരു ട്രെഡ്മില്ലാണ് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, ഓഡിയോ ബുക്ക് കേൾക്കാം. കാഴ്ചകളൊന്നും കാണാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ പാട്ട് കേൾക്കുന്നതും ഓഡിയോ ബുക്സൊക്കെ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാം. ഇനി നടന്ന് തുടങ്ങിയാൽ മാത്രം പോരാ, അത് ആ ഒരു ശീലം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വരണം. ആ ഒരു ശീലം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ മോട്ടിവേഷൻ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ദിവസവും എത്ര ദൂരം നടന്നു അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആപ്പിൾ വാച്ചോ ഫിറ്റ്നസ് ഗിയറോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ, ആൻഡ്രോയിഡ് ഫോണോ ഐഫോണോ ആവട്ടെ, അത് നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടാൽ മാത്രം മതി.
ഫോണിലുള്ള സെൻസേഴ്സ് ഉപയോഗിച്ച് ഗൂഗിൾ ഫിറ്റ് ആപ്പ് അല്ലെങ്കിൽ ആപ്പിൾ ഹെൽത്ത് ആപ്പ് ഉപയോഗിച്ച് അവർ നിങ്ങൾ എത്ര ദൂരം നടന്നു എന്നുള്ളത് കൃത്യമായി കാണിച്ചു തരും. നിങ്ങൾക്ക് ആ ഡാറ്റ ഉപയോഗിച്ച് അടുത്ത പ്രാവശ്യം നടക്കുന്നത് വേണമെങ്കിൽ വീണ്ടും കൂട്ടാം. അടുത്ത മാസം കൊണ്ട് വീണ്ടും 1 കിലോമീറ്റർ കൂട്ടാം. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യാൻ ഈ ഡാറ്റ ഉപയോഗിക്കാം. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്ത് നിങ്ങൾ നടക്കുന്ന ദൂരം കൂട്ടാമെന്ന് മാത്രമല്ല, നിങ്ങൾക്കിതൊരു ശീലമാക്കി മാറ്റാൻ ഇത് തീർച്ചയായിട്ടും സഹായിക്കും. പല സ്റ്റഡീസിലും പറയുന്നത് നടക്കുന്നതിന് സത്യം പറഞ്ഞ ഒരു ലിമിറ്റ് ഇല്ല. 150 മിനിറ്റ് പെർ വീക്ക് എന്നൊക്കെ പറയുന്നത് മിനിമമാണ്. നിങ്ങൾ എത്ര കൂടുതൽ നടക്കുന്നോ അത്രയും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി നടത്തം ഒരു ശീലമാക്കാൻ നടക്കാനായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്നില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലത്തേക്ക് വാഹനം ഉപയോഗിക്കുന്നതിന് പകരം നടന്നു നോക്കുക. അത് അടുത്തുള്ള ഷോപ്പിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴാവട്ടെ, ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കോ ഒക്കെ വാഹനത്തിൽ പോകുന്നതിന് പകരം നടന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ടും നിങ്ങൾക്ക് പുതിയൊരു ശീലം ഉണ്ടാക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ നടക്കാം. ലോ ഇൻറ്റൻസിറ്റിയിൽ മെല്ലെ നടക്കാം, അതും അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാം. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ഇൻറ്റൻസിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് കഴിയുന്നത്ര സ്പീഡിൽ നടക്കുക, നടക്കുന്ന സമയത്ത് കൈ വീശി നടക്കുക. ഹൈ ഇൻറ്റൻസിറ്റി നടത്തമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 2-3 മിനിറ്റ് നടന്നതിന് ശേഷം കുറച്ച് സമയം നിൽക്കുക, റെസ്റ്റ് എടുക്കുക. അതും അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്പീഡിൽ നടന്നതിന് ശേഷം നിങ്ങളുടെ സ്പീഡ് ഒന്ന് കുറച്ച് കുറയ്ക്കുക. നിങ്ങൾ നടക്കുന്ന സമയത്ത് ഇടയ്ക്ക് സ്പീഡ് കൂട്ടി, പിന്നെ സ്പീഡ് കുറച്ച്, പിന്നെയും സ്പീഡ് കൂട്ടി, അങ്ങനെ പോകുന്ന ഓരോരോ ഇൻ്റർവെല്ലിലുള്ള ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നടത്തം എന്ന് പറഞ്ഞാൽ വെറും ലോ ഇൻറ്റൻസിറ്റി എക്സസൈസ് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആക്കി മാറ്റാനും സാധിക്കും. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ഇനി നിങ്ങൾ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നടന്നു തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ലോ ഇൻറ്റൻസിറ്റിനേക്കാളും കുറച്ചും കൂടി ഗുണം ചെയ്യുക ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള നടത്തങ്ങളാണ്. അമിതവണ്ണമുള്ളവർക്ക് ആദ്യം തന്നെ ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അതപ്പോൾ ലോ ഇൻറ്റൻസിറ്റി ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന സമയം കുറച്ചും കൂടി കൂട്ടുക. നടക്കുന്നത് വെറും 30 മിനിറ്റ് പോരാ, ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും നടക്കുന്ന കാര്യം ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പുറത്ത് നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെയർ ഓഫ് വാക്കിംഗ് ഷൂസ് തന്നെ വാങ്ങിക്കുക. നിങ്ങൾ വീട്ടിലിടുന്ന ചെരുപ്പോ ചപ്പലോ ഇട്ടിട്ട് നടക്കാൻ പോകരുത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിനെ സഹായിക്കില്ല. നിങ്ങൾക്ക് ആ ശീലം തുടർന്നുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പൈസ ചിലവാക്കി നല്ല പെയർ ഓഫ് ഒരു വാക്കിംഗ് ഷൂസ് വാങ്ങിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ഹൃദയം നമ്മളുടെ ചെസ്റ്റിലാണുള്ളത്. തലയിൻ്റെ അടുത്തേക്കായിട്ടാണ് ഹൃദയത്തിൻ്റെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഹാർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഹാർട്ടിന് എളുപ്പത്തിൽ ബ്ലഡിനെ പമ്പ് ചെയ്ത് തലയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് നിങ്ങളുടെ കാലിൽ വരെ എത്തുന്നുണ്ട്, കാലിൻ്റെ ഓരോരോ വിരലുകളിലും എത്തുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടൊക്കെ എത്തുന്ന ബ്ലഡ് തിരിച്ച് മുകളിലേക്ക് ഹാർട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന ആ പവർ പോരാ, അതിന് എക്സ്ട്രാ എഡീഷണൽ പവർ വേണം. ആ എക്സ്ട്രാ എഡീഷണൽ ആയിട്ടുള്ള ഫോഴ്സ് കിട്ടുന്നത് നിങ്ങളുടെ കാലിലുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ്. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിലുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കണം, എക്സസൈസ് ചെയ്യണം. അതുകൊണ്ടാണ് കാഫ് മസിൽ, നമ്മളുടെ കാലിലുള്ള വലിയൊരു മസിലാണ്. കാഫ് മസിലിനെ നമ്മളുടെ സെക്കൻഡ് ഹാർട്ട് എന്നും പറയാറുണ്ട്. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതിനനുസരിച്ചും നിങ്ങളുടെ കാഫ് മസിൽ കൺട്രാക്ട് ചെയ്യുകയാണ്, ചുരുങ്ങാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് കാലിലേക്ക് എത്തിയിട്ടുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ പമ്പ് ചെയ്യുന്നത് നിങ്ങളുടെ കാഫ് മസിലാണ്. ഇനി നടക്കുന്നതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാധാരണ രീതിയിൽ കാഷ്വലി നടക്കുകയാണെങ്കിൽ ഒരു ദിവസം 20 മുതൽ 30 മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക. ഒരാഴ്ചയിൽ 140 മുതൽ 210 മിനിറ്റ് വരെ നടക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഹൈ ഇൻറ്റൻസിറ്റി നല്ല സ്പീഡിലുള്ള നടത്തം, കൈ വീശിയിട്ടുള്ള നടത്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറയ്ക്കാം. ഒരാഴ്ചയിൽ 75 മിനിറ്റിൽ എത്തിയാൽ മതി. അതായത് ഒരു ദിവസം ഹൈ ഇൻറ്റൻസിറ്റി നല്ല സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഒരു ദിവസം വെറും 10 മിനിറ്റ് നടന്നാൽ മതി. പലതരത്തിലുള്ള എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം, ഓരോ ദിവസവും നിങ്ങൾ നടക്കുന്ന അളവിലും സമയത്തിലും ചെറിയ ചെറിയ ഇൻക്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും അത് തീരെ നടക്കുന്നില്ലെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിന് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. അതായത് നിങ്ങളൊരു ദിവസം എത്ര കിലോമീറ്റർ നടന്നു എന്നോ എത്ര സമയം നടന്നു എന്നല്ല ചോദ്യം, നിങ്ങൾ നടന്നോ ഇല്ലേ എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നടത്തം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞുള്ള എല്ലാ ഹെൽത്ത് ബെനിഫിറ്റ്സും നിങ്ങൾക്കും കിട്ടും. ഇനി നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടത്തത്തിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുമോ, ഇഞ്ചറീസ് ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് നടക്കാത്തതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇഞ്ചറീസും ഡാമേജസും ഒന്നും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എത്ര സമയം നടക്കും, എത്ര കിലോമീറ്റർ ഒരു ദിവസം നടക്കും, നിങ്ങൾ എത്ര ദൂരം നടന്നു എന്നോ എത്ര സ്റ്റെപ്സ് വെച്ചു എന്നോ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും ഫിറ്റ്നസ് ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ, ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നടത്തം മാത്രമല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരൊറ്റ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.